കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. പ്രിയം നിറഞ്ഞവരെ, ആത്മീയത എന്നത് ദൈവം സമ്മാനിക്കുന്നതാണെന്നും അത് തനിയെ വളരുന്നതാണെന്നും ഉള്ള ഒരു നെഗറ്റീവ് തോട്ട് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരാറുണ്ട്. പക്ഷേ ആത്മീയത ദൈവം സമ്മാനിക്കുന്നതാണെങ്കിലും മനുഷ്യൻ്റെ തീവ്രമായ ആഗ്രഹവും പരിശ്രമവും അതിൻ്റെ പിന്നിൽ വേണമെന്ന് ഓരോ വിശുദ്ധരുടെയും ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധിയിൽ വളരാൻ മനുഷ്യൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അവൻ അതിനുവേണ്ടി നിരന്തരമായി പരിശ്രമിക്കുക കൂടി വേണം. അപ്പോൾ ഈ പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ആത്മീയതയിൽ വളരാൻ നമുക്ക് അറിവും കൂടി ആവശ്യമാണ്. ദൈവത്താൽ നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്നൊരു വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിയായ ജ്ഞാനം ദൈവത്താലാണ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുക. അങ്ങനെ ദൈവത്താൽ പഠിപ്പിക്കപ്പെടണമെങ്കിൽ, അതിനാൽ ദൈവത്താൽ പഠിപ്പിക്കപ്പെടണമെങ്കിൽ നമ്മൾ തിരുഹൃദയത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ ധ്യാനിക്കണം. ആ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ ഞാൻ തപസ്സിരിക്കാൻ തുടങ്ങുമ്പോൾ പിതാവായ ദൈവത്തെ അറിയുവാനും സ്വർഗത്തെ മനസ്സിലാക്കുവാനും എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് മുന്നേറുവാനുമുള്ള അനുഗ്രഹം ലഭിക്കും. പ്രിയ നിറഞ്ഞവരെ, അപ്പോൾ തിരുഹൃദയം സ്നേഹത്തിൻ്റെ ഒരു ഹൃദയം മാത്രമല്ല, അറിവിൻ്റെ ഒരു ഖനി കൂടിയാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈശോയുടെ തിരുഹൃദയ മാസത്തിൽ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നമുക്ക് തപസ്സിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്വയം മനസ്സിലാക്കുവാനും ആത്മീയമായി വളരുവാനുള്ള ഊർജം സ്വന്തമാക്കുവാനും പിതാവായ ദൈവത്തെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആഴത്തിൽ സ്നേഹിക്കുവാനും സ്വർഗം മനസ്സിലാക്കുവാനുള്ള വലിയ ഒരു അനുഗ്രഹത്തിനായി നമുക്ക് യാചിക്കാം. ഒരു നിമിഷം കണ്ണടച്ച് ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോനാഥ, ഈ തിരുഹൃദയ മാസത്തിൽ തിരുഹൃദയത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ജ്വാല മാത്രമല്ല ഞങ്ങൾക്ക് സ്വന്തമാകേണ്ടതെന്ന് അങ്ങ് ഞങ്ങളോട് പറയുന്നു. അറിവിൻ്റെ ഒരു ഖനി കൂടി ഞങ്ങൾ സ്വന്തമാക്കേണ്ടതുണ്ട്. ത്രിത്വൈക ദൈവത്തെ അറിയുവാൻ, സ്വർഗത്തെ മനസ്സിലാക്കുവാൻ, ആത്മീയ ജീവിതത്തിൽ ആഴത്തിൽ വളരുവാൻ ഊർജം സ്വന്തമാക്കുവാൻ ഈശോയുടെ തിരുഹൃദയം ഞങ്ങളെ സഹായിക്കുന്നു എന്നുള്ള ആഴമേറിയൊരു ബോധ്യത്തിലേക്ക് ഞങ്ങൾ എത്തട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടും ആത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം തിരുഹൃദയത്തിൻ മുൻപിൽ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.